ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നെയിംസൊക്കെ പറഞ്ഞ് അവരുടെ ബിഹേവിയർ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ബെസ്റ്റീസിൻ്റെ നെയിംസാണ് ഞാൻ പറയാൻ പോണത്. എൻ്റെ ബെസ്റ്റീസാണ് ലിയാൻ, അമൃത, പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇനിയും ലിയാനും അമൃതയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റീസ് എന്നും പറയാം. അപ്പോൾ അടുത്തത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ നെയിംസൊക്കെയാണ്. അപ്പോൾ അമൃതേൻ്റെ ബിഹേവിയർ എന്ന് വെച്ചാൽ, അമൃത നല്ലൊരു കുട്ടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളവളാണ്. അവൾ എൻ്റെ അടുത്ത് അത്രയും വഴക്കൊന്നും ഇടാറില്ല. എനിക്ക് അവളോട് ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ സ്നേഹം കൂടിയിട്ടാണോ എന്ന് അറിയത്തില്ല, അവളെ ചെന്ന് അടിക്കുകയൊക്കെ ചെയ്യും ചെറുതായിട്ട്, ചുമ്മാ കളിക്കുന്ന പോലെ. അവളോട് എനിക്ക് ഒത്തിരി വഴക്കൊന്നുമില്ല, അവൾ നല്ലവളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ. ഓക്കെ, പിന്നെ ലിയാനും നല്ലൊരു കുട്ടിയാണ്. എനിക്ക് ലിയാനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവൾ എന്താണെന്നറിയത്തില്ല, അവളിങ്ങനെ, ഞാൻ കുറച്ച് തവണ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യുമ്പോൾ അവൾ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ നിർബന്ധിക്കും. അത്രയും സ്നേഹമുണ്ട് എൻ്റെ അടുത്ത്. എന്നുവെച്ചാൽ അവൾക്ക് ആദ്യമായിട്ട് കിട്ടിയത് എന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ടായിട്ട്. അതുകൊണ്ട് കട്ട് ചെയ്യാൻ അവൾക്ക് സാധിക്കില്ല. ഒത്തിരി ബെസ്റ്റ് ഫ്രണ്ട്സ് അവൾക്കില്ല, ഞാനല്ലാണ്ട്. ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് അവളുടെ ബിഹേവിയർ നല്ല ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അവൾ എന്തോപോലെ എനിക്ക് നല്ല ഫീലാണ്. ഓക്കെ, നെക്സ്റ്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെയും നെയിംസൊക്കെയാണ് പൂജിത, വേദ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പൂജിതനെ കുറിച്ച് പറയാം. പൂജിതയാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്തത്. പൂജിത എന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ ലാസ്റ്റ് ഇയറിൻ്റെ ഫ്രണ്ടായിരുന്നു. പൂജിതയാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്തത്, നിൻ്റെ ഫ്രണ്ട്സിനെ പറ്റി, ബെസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ പറ്റി പേരൊക്കെ പറഞ്ഞ് ബിഹേവിയർ എങ്ങനെയാണെന്നൊക്കെ വീഡിയോ ഇടുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു സമയം കിട്ടുവാണെങ്കിൽ ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഒരു സമയം കിട്ടിയപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പൂജിത ഒരു നല്ല കൊച്ചാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂജിതയുടെ അടുത്ത് ഞാൻ ഒരിക്കലും ഇങ്ങനെ വഴക്കിട്ടിട്ടില്ല. ബാക്കിയുള്ളവരുടെ അടുത്ത് ചെറിയായിട്ട് ഉടക്കമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ പൂജിത ഒരു ഉടക്കം ഉണ്ടാക്കാനും കൂടത്തില്ല, അത്രയും നല്ല ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂജിത നല്ലൊരു കൊച്ചാണ്. ഓക്കെ, അടുത്തത് വേദ പൂജിതേൻ്റെ ബെസ്റ്റിയാണ്. അപ്പോൾ വേദയും നല്ലൊരു കുട്ടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേദയും നല്ലൊരു കുട്ടിയാണ്. വേദേൻ്റെ ബിഹേവിയർ നല്ലതാണ്. അവൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും, എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ. പിന്നെ നെക്സ്റ്റ് ദിയേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ലവളാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്തതും കുറേ പേരുണ്ട് ഗൈസ്. ഓക്കെ, സംഗു എന്ന് വെച്ചാൽ സങ്കീർത്തന എന്നാട്ടോ, ഞങ്ങൾ സംഗുന്ന് നിക്നെയിം ആക്കിയിട്ടേക്കണേ. അപ്പോൾ സംഗു ഒരു നല്ല കൊച്ചാണ്. ഞാനും സംഗു, അന്ന, ഞങ്ങൾ 4 പേരുമായിരുന്നു. ഫസ്റ്റ് അവർ 3 പേരുമായിരുന്നു ടീം, പിന്നെ എന്നെ കൂടെ കൂട്ടി. കാരണം പിന്നെ സെറിനും ഉണ്ട്. ആ ഒരു 4 ഗ്രൂപ്പ് നല്ല പിള്ളേരാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ബിഹേവിയർ. ആ 4 പേരെക്കുറിച്ചും ഇതേ സെയിം എനിക്ക് പറയാനുള്ളൂ. കാരണം അവരുടെ ബിഹേവിയർ നല്ല സൂപ്പറാണ്. PT ആരെങ്കിലും എന്നെ കൂട്ടിയില്ലെങ്കിൽ അവരെ ഉറപ്പായിട്ടും എന്നെ കൂട്ടും. അങ്ങനെ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായി. അന്നാന്ന് വെച്ചാൽ എൻ്റെ കാറ്റഗറിസത്തിലുള്ളതാണ്, അന്ന സസൽ. അപ്പോൾ അന്ന സസൽ ഏറ്റവും നല്ലതാട്ടോ. കാരണം അന്ന സസൽ കാറ്റഗറിസത്തിന് എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യും, ഭയങ്കര കെയറിങ് ആണ്, നല്ല രസമാണ്. അപ്പോൾ അന്ന സസൽ, സംഗു, സെറിൻ, അൽന, ഞാൻ. ഇനി കൂടുതൽ ഫ്രണ്ട്സൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അല്ല, ഉണ്ട്. ശ്രേയനെയും ദിൽഷേനെ പറ്റി ഒന്നും പറയണ്ട. പണ്ട് ഞങ്ങളെന്തോ
എന്താണെന്നറിയത്തില്ല, ഒരു ചെറിയ ഉടക്കിട്ടിട്ട് കൂട്ടാവാതിരുന്ന. പിന്നെ തൊട്ട് ഞങ്ങൾ ഫുൾ കൂട്ടാം. ഞങ്ങൾ പിന്നെ ഒരു വഴക്കുമില്ല. ഇപ്പോൾ ഒക്കെ ഞങ്ങൾ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ തന്നെ പോയി കെട്ടിപ്പിടിക്കുകയോ ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് പോവുള്ളൂ, അല്ലാണ്ട് അടങ്ങൂല. ശ്രേയേൻ്റെയും ദിൽഷേൻ്റെയും ബിഹേവിയർ നല്ലതാണ്. ദിൽഷ ഒരു നല്ല ഡാൻസറാണ്, ശ്രേയയും നല്ലൊരു ഡാൻസറാണ്, പിന്നെ അമൃതയും നല്ലൊരു ഡാൻസറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെയൊക്കെ. അപ്പോൾ ഇത്രയും ഫ്രണ്ട്സ് ഓൾമോസ്റ്റ് ഉള്ളൂ. ഇനി ഉണ്ടോ എന്ന് ഞാൻ ആലോചിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ആലോചിച്ചു, ഇത്രയും പേരേ ഉള്ളൂ, ഇനി കൂടുതൽ ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഉള്ളൂ, നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറക്കാതെ ചെയ്തോളണേ.